ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം. ആ റബ്ബേ നമ്മുടെ എല്ലാം കാണുകയുള്ളൂ. മറ്റൊരാൾക്കും നമ്മുടെ എല്ലാം കാണാനും കേൾക്കാനും കഴിയൂല. ജീവിച്ചിരിക്കുന്നവർ ഔലിയക്ക് വരെ അതിന് കഴിയോ, പിന്നെ എങ്ങനെ മരിച്ചാ കഴിയാം? നിങ്ങൾ ചോദിച്ചു നോക്കി മുസ്ലിയാക്കന്മാരോട്, പല സ്ഥലങ്ങളിലും വന്ന് ജനങ്ങളോട്, മഹാന്മാരെ വിളിച്ച് തേടിക്കോ എന്ന് പറയുന്ന ആളുകളോടൊന്ന് ചോദിക്കേ. അല്ല മുസ്ലിയാരെ, നിങ്ങൾ പറയുന്നു ഔലിയ മരിച്ചാൽ ഇപ്പൊ നമ്മൾ വിളിച്ചാ കേൾക്കുമെന്ന്. എന്നാ പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയയുടെ പേര് പറയാമോ? ഉസ്താദിനോട് ചോദിക്കേ. അപ്പൊ ഉസ്താദ് ഒരു മൗലിയരെ ഒരു ഔലിയയുടെ പേര് പറയുമ്പോ ഉസ്താദിന്റെ മുമ്പിൽ വെച്ച് വിളിക്കണം, ഔലിയ പാപ്പാ രക്ഷിക്കണേ. എന്നിട്ട് മൗലിയരോട് ചോദിക്കണം, ഇതിപ്പോ ഔലിയ കേട്ടോ, ആ ഔലിയപ്പ അത് കേട്ടോ, അയാളിപ്പ നമ്മളെ സഹായിക്കോ, അയാളിപ്പ നമ്മളെ രക്ഷിക്കോ? ഒരിക്കൽ ഗൾഫിൽ നിന്ന് ഒരു സഹോദരൻ ഉള്ളാൾ തങ്ങളുടെ മോൻ എന്ന് പറയുന്ന ഇപ്പോഴുള്ള കൂറത്തങ്ങളെ വിളിക്കുകയാണ്. അയാളെ വിളിച്ചിട്ട് പറയണേ, തങ്ങൾ പാപ്പാ, ഞാൻ നിങ്ങൾ ഇന്നലെ എത്ര തവണയാ വിളിച്ചത്? എന്റെ കാറിന്റെ ടയർ പൊട്ടി ഞാൻ മരുഭൂമിയിൽ പ്രയാസപ്പെട്ടപ്പോ ഞാൻ നിങ്ങൾ ഇന്നലെ എത്ര തവണ വിളിച്ച്? ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ. തങ്ങൾ സാധാരണ മറുപടി പറയാം. മൂപ്പര് ചിന്തിച്ചില്ല ഈ ചോദ്യത്തിന്റെ കുടുക്ക്, മൂപ്പര് ആലോചിച്ചില്ല. പെട്ടെന്ന് പറഞ്ഞ, മോനെ നീ എപ്പോ വിളിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളെ എത്ര തവണ വിളിച്ച്? ഞാൻ അറിഞ്ഞില്ലല്ലോ മോനെ. എന്നാ ഫോൺ ഓഫായിട്ടോ സൈലന്റ് ആയിട്ടോ ഒക്കെ ആയിരിക്കും. ഫോണിൽ വിളിച്ചത് വരെ ഔലിയപ്പാപ്പ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളും മരിച്ചാല് നിങ്ങളെ ദർഗയിലും അല്ലാത്തടത്തും നിന്നിട്ട് തങ്ങളെ രക്ഷിക്കണേന്ന് ഇടങ്ങേറ് വരുമ്പോ വിളിച്ചാൽ നിങ്ങൾ കേൾക്കുമല്ലേ? ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾക്ക് ഈ കണ്ണും കാതും ഒക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങളത് കേൾക്കൂലല്ലേ? എന്തിനാ ഇങ്ങനെ ഈ രൂപത്തിൽ ആളുകളെ പഴപ്പിക്കാൻ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, നീ പഴച്ചോനാടാന്നും പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇതാണ് ഇന്നത്തെ ഔലിയ എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ. ചിന്തിക്കാനാ പറയുന്നത്. നമ്മളെ രക്ഷിക്കാനും നമ്മുടെ വിളി കേൾക്കാനും നമുക്ക് ഉത്തരം നൽകാനും ഏകനായ റബ്ബേ ഉള്ളൂ പ്രിയമുള്ളവരെ.